കോവിഡ് കാലഘട്ടത്തിൽ ദൈവാലയങ്ങൾ അടച്ചിടേണ്ട സാഹചര്യത്തിലാണ് കാഞ്ഞിരപ്പള്ളി രൂപത ബൈബിൾ പകർത്തിയെഴുതുക എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. മഹാമാരിയുടെ കാലത്ത് കുടുംബം ഒരു ദൈവാലയമാക്കി മാറ്റുക എന്ന ലക്ഷ്യമായിരുന്നു അടിസ്ഥാനം. ഒപ്പം അനേകം പ്രയാസങ്ങൾ നേരിട്ട കാലത്ത് ദൈവത്തോടും വചനത്തോടും വിശ്വാസികൾ കൂടുതൽ അടുത്ത് വിശ്വാസം കൈവിടാതെ മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു പ്രചോദനം കൂടി ബൈബിൾ പകർത്തിയെഴുതുക വഴി ലക്ഷ്യമിട്ടിരുന്നു. ഇതേ തുടർന്ന് രൂപത അംഗങ്ങളിൽ പലരും സമ്പൂർണ്ണ ബൈബിളും പുതിയ നിയമം മാത്രമായും പകർത്തിയെഴുതിയതായി രൂപത ഫാമിലി അപ്പസ്തോലിക് ഡയറക്ടർ ഫാദർ മാത്യു ഓലിക്കൽ വ്യക്തമാക്കി. കോവിഡ് സീസണിൽ തുടങ്ങിയ ഒരു കാര്യമാണ്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ടു. ഏറെ ഭീതി നിറഞ്ഞ സാഹചര്യത്തിൽ കുടുംബം ദേവാലയമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഓരോ ദിവസവും ഈ 2 അധ്യായങ്ങൾ വെച്ച് എഴുതി തുടങ്ങി. അങ്ങനെ സമ്പൂർണ്ണ ബൈബിൾ മുഴുവൻ എഴുതിയ വ്യക്തികളുടെ സംഗമം നടത്തപ്പെടുന്നു. കാഞ്ഞിരപ്പള്ളി രൂപത മാതൃവേദിയുടെയും ദർശൻ മാസികയുടെയും നേതൃത്വത്തിലാണ് ബൈബിൾ എഴുതിയവരുടെ സംഗമവും മരിയൻ തീർത്ഥാടനവും നടത്തപ്പെട്ടത്. രൂപത മുൻ അധ്യക്ഷൻ മാർ മാത്യു അറയ്ക്കലാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. സഭയുടെ പൈതൃകത്തിന്റെ വാക്താക്കളാണ് മാതാക്കളെന്നും വിശ്വാസം കൈമാറുന്നതിന്റെ പ്രധാന കണ്ണികൾ അവരാണെന്നും മാർ മാത്യു അറയ്ക്കൽ ഉദ്ഘാടന വേളയിൽ വ്യക്തമാക്കി. കോവിഡ് കാലം ഏറെ പ്രയാസം നിറഞ്ഞ കാലമായിരുന്നുവെന്നും എന്നാൽ പ്രാർത്ഥനയുടെ ബൈബിൾ പകർത്തിയെഴുതാൻ സാധിച്ചവരെ അനുമോദിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിഡ് ഏറ്റവും ദുരിതപൂർണമായ ഒരവസരമായിരുന്നു നമുക്കറിയാം. ഈ വേദനയുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും മധ്യത്തിൽ പ്രാർത്ഥനയില് ദൈവജനം ധ്യാനിച്ചുകൊണ്ട് ദൈവത്തോട് കേണപേക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ അമ്മമാര്, അവരുടെ അധരങ്ങളിൽ നിന്നും ഉതിർന്നു വീണ വചനമാണ് നമ്മൾ ഒന്നിച്ച് എഴുതി ചേർത്തത്. 2ാം വത്തിക്കാൻ കൗൺസിൽ ആഹ്വാനപ്രകാരം നവീകരണത്തിന്റെ ആത്മാവ് സഭയിൽ പ്രവർത്തന നിരതമാണെന്ന് ഞാൻ നേരിട്ട് മനസ്സിലാക്കി. ഫാമിലി അപ്പോസ്തലേറ്റ് പോലെയുള്ള വിവിധ സംഘടനകളാണ് തീഷ്ണതയോടുകൂടി അതിന് മുമ്പിൽ നിന്നുകൊണ്ട് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തതെന്ന് കോവിഡ് കാലത്ത് ആരംഭിച്ച് തുടർന്ന് മനോഹരമായി പ്രാർത്ഥനയിലൂടെ നിങ്ങൾ മുമ്പോട്ട് നീങ്ങിയപ്പോൾ ഈ ബൈബിൾ പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ബൈബിൾ പകർത്തിയെഴുതിയ എല്ലാവരെയും മാർ മാത്യു അറയ്ക്കൽ പാരിതോഷികങ്ങൾ നൽകി ആദരിച്ചു. ബൈബിൾ പകർത്തിയെഴുതിയ വേളയിൽ അനേകം സഹനങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും രോഗസൗഖ്യങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും സാധിച്ചു കിട്ടിയതായി ബൈബിൾ പകർത്തിയെഴുതിയവർ സാക്ഷ്യപ്പെടുത്തി. ബൈബിൾ എഴുതാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് പല വിധത്തിലുള്ള സഹനങ്ങൾ എനിക്ക് നേരിട്ടു. എങ്കിലും അവയെല്ലാം അതിജീവിക്കുവാനുള്ള കരുത്തും എൻ്റെ ഈശോ എനിക്ക് നൽകി. അതിനുപരിയായിട്ട് ഞാൻ ഈ ബൈബിൾ പകർത്തി എഴുതിയപ്പോൾ നിയോഗമായിട്ട് വെച്ചിരുന്നത് എൻ്റെ ടെന്നീസ് എൽബോ മാറി എനിക്ക് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കുവാനും എൻ്റെ സ്വന്തം ആവശ്യങ്ങൾ നിർവഹിക്കുവാനും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുവാനുമുള്ള ഒരു ലക്ഷ്യമായിരുന്നു. കൂടാതെ എൻ്റെ മോളുടെ വിവാഹം നടക്കുക എന്നതും എൻ്റെ വളരെയധികം ആഗ്രഹമായിരുന്നു. ഞാൻ നിസ്സഹായയായ അവസ്ഥയിൽ ഈ ബൈബിൾ പകർത്തി എഴുതിയത് വഴി പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസേപ്പിതാവും ചേർന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും വളരെയധികം അനുഗ്രഹിച്ചു. എൻ്റെ ടെന്നീസ് എൽബോ പൂർണ്ണമായും സുഖപ്പെട്ടു. എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ എല്ലാ വിധത്തിലും പരിശുദ്ധ അമ്മ മുഖേന ഈശോ എന്നെയും എൻ്റെ കുടുംബത്തെയും വളരെയധികം അനുഗ്രഹിച്ചു. ശരിക്കും കുറേ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു സമയത്ത് കുറേ രോഗാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയെങ്കിൽ പോലും ഈ ഒരു സ്ട്രഗിൾസിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് പറ്റി. അതിൽ എന്നെ സഹായിച്ചൊരു പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച സമയത്തൊക്കെ എനിക്ക് ഈ ഒരു സ്ട്രഗിൾസിനെ ഓവർകം ചെയ്യാൻ പറ്റി. അതുപോലെ ഈ ഒരു വചനം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഈശോയുടെ വചനം മുഴുവൻ പകർത്തി എഴുതാനായിട്ട് പറ്റി. അതിലുപരി ഏറ്റവും വലിയൊരു കാര്യം, ഇങ്ങനെ ചെരുപ്പിടാതെ നടന്നപ്പോൾ തന്നെ ഈശോയുടെ സാക്ഷിയായിട്ട് ഈശോയുടെ വചനത്തെക്കുറിച്ച് ലോകത്തിന് പറയാനായിട്ട് പറ്റി. അതുപോലെ വചനം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഓരോരുത്തരിങ്ങനെ എനിക്ക് ഇന്ന നിയോഗത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സമയത്ത് അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ ഈ വചനം എഴുതുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു. ആ ഒരു സമയത്ത് അവരുടെ ആ ഒരു നിയോഗത്തിൽ ഈശോ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് തിരിച്ച് ഫോണൊക്കെ വിളിച്ച് പറയുമ്പോഴും എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും ഒരു വീട്ടിൽ നിന്നാണ്. ഇതെൻ്റെ അമ്മയും ഇതെൻ്റെ അമ്മയുടെ അനിയത്തിയാണ്, ആൻറ്റിയാണ്. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ബൈബിൾ എഴുതി പൂർത്തിയാക്കിയവരാണ്.
അപ്പം ഞങ്ങൾക്ക് എനിക്ക് ബൈബിൾ എഴുതാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ അമ്മ എന്നോട് പറഞ്ഞു, അമ്മ ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പം എനിക്ക് തോന്നി. പിന്നെ അമ്മ എന്നെ നിർബന്ധിച്ചില്ല. അമ്മ പറഞ്ഞു ആഗ്രഹം ഉണ്ടെങ്കിൽ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ എന്തോ ഒരു പ്രേരണ പോലെ വന്ന് എഴുതണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എഴുതി തുടങ്ങി. അങ്ങനെ ഞാൻ ജൂണിൽ എഴുതി തുടങ്ങി, ഡിസംബറിൽ പൂർത്തിയാക്കി. ഡിസംബർ 2021 ഡിസംബർ 23 ഞങ്ങളെല്ലാവരും ബൈബിൾ എഴുതി പൂർത്തിയാക്കി. അപ്പം ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾ പറയാണ്ട് തന്നെ ഇങ്ങനെ മനസ്സിൽ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ആഗ്രഹങ്ങൾ സാധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എന്തെങ്കിലും ഒരു ആഗ്രഹം ഉള്ളിൽ തോന്നി കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ അത് സാധിച്ചു കിട്ടും. പിന്നെ ഒരുപാട് രോഗസൗഖ്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ബൈബിൾ എഴുതുമ്പോൾ സമർപ്പിച്ചവർക്കൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ ആ ഒരു അധ്യായം എഴുതി കഴിയുമ്പോൾ തന്നെ അവർക്കൊക്കെ കുറേ അനുഗ്രഹങ്ങളുണ്ടായത് ഞങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം വലിയൊരു അനുഗ്രഹമായിരുന്നു ഈ ബൈബിൾ എഴുതി പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നേരിട്ട് എഴുതി കഴിയുമ്പോൾ ഭയങ്കര ഒരു അനുഗ്രഹവും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. തുടർന്ന് രൂപത മാതൃവേദിയുടെ നേതൃത്വത്തിൽ മരിയൻ തീർത്ഥാടനം നടത്തപ്പെട്ടു. രൂപതയിലെ 148 ഇടവകകളിൽ നിന്നുള്ള അമ്മമാർ തീർത്ഥാടനത്തിൽ പങ്കുചേർന്നു. തുടർന്ന് തീർത്ഥാടന ദേവാലയമായ അക്കരപ്പള്ളിയിൽ ഫാമിലി അപ്പസ്തോലേറ്റിന്റെ രൂപത ഡയറക്ടറും ഫൊറോന ഡയറക്ടർമാരും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. രൂപത വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണംബ്ലാക്കൽ മരിയൻ സന്ദേശം നൽകി. തീർത്ഥാടനത്തിൽ നിരവധി അമ്മമാർ പ്രാർത്ഥനാപൂർവ്വം പങ്കെടുത്തു. ഷിഗ്ന ന്യൂസ്, കോട്ടയം.